പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കാദമിയുടെ ടോപ്പ് 10 ചാലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സ് പാർട്ട് 1. പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പിക്ക് ദി ഓഡ് വൺ എമംഗ് ദി ഫോളോയിങ് ഫോഴ്സസ്. ഓപ്ഷൻസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താ ക്വസ്റ്റ്യൻ? താഴെ കാണുന്നവയിൽ ഒറ്റയാന തിരഞ്ഞെടുക്കുക. ഏതായിരിക്കും ആൻസർ? അപ്പൊ ആൻസർ എന്താണ്? വിസ്കസ് ഫോഴ്സ്. എന്താ കാരണം? ബാക്കി മൂന്നും എന്താണ്? ഫണ്ടമെന്റൽ ഫോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നാച്ചുറൽ ഫോഴ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നാച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്? ഓപ്ഷൻസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതായിരിക്കും ആൻസർ? അപ്പൊ ആൻസർ എന്താ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കേട്ടോ, അപ്പൊ ഈ കാണുന്നതിൽ പ്രോട്ടോൺ ന്യൂട്രോൺ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ആണ് ഇത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ: 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ആൻസർ? 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 309.8. കേട്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് 309.7 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? 309.7. കേട്ടോ, സാധാരണഗതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കാണാറുള്ളത് 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. ബട്ട് നോക്കാം, നമുക്ക് അതിന്റെ ഒരു കൺവേർഷൻ അറിഞ്ഞിരിക്കുക. ഫാരൻഹീറ്റ്, സെൽഷ്യസ്, കെൽവിൻ. നോക്കാം, ഏതൊരു സംഖ്യ ഫാരൻഹീറ്റ് തന്നിട്ട് അതിന് സെൽഷ്യസിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ -32 × 5/9. ഇതാണ് എന്ത്? ഫാരൻഹീറ്റിൽ നിന്ന് സെൽഷ്യസിലേക്ക്. അതിന്റെ കൂടെ 273.15 കൂട്ടിയത് ഇവിടേക്ക് കിട്ടും, കെൽവിനിലേക്ക് കിട്ടും. കേട്ടോ, നോക്കാം, തൊട്ട് താഴെ നോക്കാം, 98 ഡിഗ്രീന്റെ കൂടെ 273.15 കൂട്ടി എവിടെ കിട്ടി? കെൽവിനിലേക്ക് കിട്ടി. ഇതിലൂടെ എക്സ്ട്രാ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആണ് ഇത്, 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. ഇനി അതിന്റെ ഫാരൻഹീറ്റ് ചോദിച്ചാലോ? ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറയുന്ന ഫാരൻഹീറ്റ് 98.6 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. എ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, ബി വീക്കസ്റ്റ് ഫോഴ്സ്. ഓപ്ഷൻസ് നോക്കാം: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നെക്സ്റ്റ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതൊക്കെയായിരിക്കും സ്ട്രോങ്ങും വീക്കും? അപ്പൊ ആൻസർ എന്താ വരിക? ഏറ്റവും സ്ട്രോങ് ആയ ഫോഴ്സ് ആണ് ഇത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതുപോലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഇത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്റ്റ് ഇൻ യൂണിവേഴ്സ്? ഓപ്ഷൻസ്: ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, then magnetic force, then gravitational force, next strong nuclear force. ഇതിൽ ഏതാണ് യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റിലും കാണപ്പെടുന്നത്? ഏതായിരിക്കും? അപ്പൊ എന്താ ആൻസർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കേട്ടോ, ഒക്കെ യൂണിവേഴ്സിലെ ഡിഫറെന്റ് ഒബ്ജക്റ്റിൽ കാണപ്പെടുന്ന ഫോഴ്സ് ആണ് ഇത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. താഴെ കൊടുത്തിരിക്കുന്നവ ശരിയാണോ തെറ്റാണോ എന്ന് പ്രസ്താവിക്കുക. നോക്കാം, എന്താ സംഭവം? സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ, വൺ ഫണ്ടമെന്റൽ ഫോഴ്സ് ബട്ട് നോട്ട് ഫോർ ദ അതേഴ്സ്. നമ്മൾ പഠിച്ചുള്ള ചില കൺസർവേഷൻ ലോസുകൾ, കൺസർവേഷൻ ലോസ് ഓഫ് എനർജി, ലോസ് ഓഫ് മാസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മളിപ്പോ കണ്ടുപോയ ഏതെങ്കിലും ഫണ്ടമെന്റൽ ഫോഴ്സുകൾക്ക് ട്രൂ ആയിരിക്കും, ബട്ട് ബാക്കിയുള്ളവയ്ക്ക് ആയിരിക്കില്ല. ശരിയാണോ തെറ്റാണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നിങ്ങൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എഴുതിയാൽ മാത്രം ഉത്തരമായി. എന്തായിരിക്കും ആൻസർ? അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ യെസ്, ശരിയാണ്. കേട്ടോ, എന്താ നമ്മൾ കാണുന്ന കൺസർവേഷൻ ലോസുകൾ നമ്മളിപ്പോ കണ്ടു ശീലിച്ച ഏതെങ്കിലും ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ബട്ട് അതേസമയം ബാക്കി ഫണ്ടമെന്റൽ ഫോഴ്സുകൾ എന്തല്ല, അത് ട്രൂ ആയിരിക്കില്ല. അവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ യെസ്. കേട്ടോ,
നോക്കുക, ഇനി നിങ്ങളുടെ അറിവിലേക്ക് ചെറിയൊരു എക്സാമ്പിൾ ആണ് എഴുതി വയ്ക്കാം. സ്ട്രേഞ്ച്നെസ് ഓഫ് എ പാർട്ടിക്കിൾ കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണെന്ത്? സ്ട്രേഞ്ച്നെസ് ഓഫ് എ പാർട്ടിക്കിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the branch of physics that was developed to understand and improve the working of heat engine is options: optics, thermodynamics, electronics, electrodynamics. ഏതായിരിക്കും ആൻസർ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? തെർമോഡൈനാമിക്സ്. ഓക്കെ, നോക്കുക, ഹീറ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഫിസിക്സിന്റെ ഒരു ശാഖയാണ് ഇത് തെർമോഡൈനാമിക്സ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻസ് ഏതൊക്കെയാ? ഒപ്റ്റിക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈറ്റുമായി ബന്ധപ്പെട്ട്, പ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? ഒപ്റ്റിക്സ്. ദെൻ ഇലക്ട്രോണിക്സ് എന്താ? ഇലക്ട്രോണിക്സ് നമുക്കറിയാം അല്ലെ, ഓൾറെഡി നമുക്കറിയാം ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത എന്താ? തെർമോഡൈനാമിക്സ്, അത് നമ്മൾ കണ്ടു. ഇതിന് അടുത്ത എന്താ? ഇലക്ട്രോഡൈനാമിക്സ്. എന്താ ഇലക്ട്രോഡൈനാമിക്സ്? ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ ആംബിയേഴ്സ് ലോ, ഫാരഡേസ് ലോ, ഇങ്ങനത്തെ ലോസുകളൊക്കെ എന്ത് കടന്നു വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? തെർമോഡൈനാമിക്സ് കേട്ടോ. വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിൻ ഓർ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? തെർമോഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കാണുന്നതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണോ? ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവും അതേപോലെ തന്നെ റിപ്പൾസീവുമാണോ? ദെൻ ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ഒരു സങ്കരമാണോ? ദെൻ ലാസ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എമംഗ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ എ നാച്ചുറലിലെ ഫണ്ടമെന്റൽ ഫോഴ്സുകളിലെ സ്ട്രോങ്സ്റ്റ് ആണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ പറയുന്നതിൽ ഏതാണ് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്ന ആൻസർ? ഏതായിരിക്കും? അപ്പൊ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ എന്നാണ് പറഞ്ഞേക്കണത്. തെറ്റാണ്. കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സിലും എന്ത് ഏറ്റവും വീക്ക് ആയിട്ടുള്ളത് കേട്ടോ. അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ടേബിൾ നോക്കിയപ്പോൾ ഈ ടേബിളുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാറി മറിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. ഓക്കെ, അപ്പൊ നന്നായി പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 9th question. The gravitational forces is always attractive, whereas electrostatic force is attractive as well as repulsive. The ratio of electrostatic force and gravitational force between two protons is. എന്താ ക്വസ്റ്റ്യൻ? ഇത്രേ ഉള്ളൂ. ദി റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺ ഈസ്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 10⁻⁹, 10⁻⁻⁹, 10⁻36, 10⁻⁻36. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഇത് ഒരു വട്ടം ചോദിച്ചിട്ടുള്ളൂ, അറിഞ്ഞിരിക്കാം. നോക്കുക, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 10⁻36 ആണ്. നമ്മുടെ ഓപ്ഷനിലുണ്ട് എന്ത്? 10⁻36 എന്നുണ്ട്. നമുക്കിത് കണ്ടുപിടിക്കുന്ന ചെറിയൊരു കാൽക്കുലേഷൻ പ്രോസസ് ആണ്. അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. നമുക്ക് സിമ്പിളായി എന്ത് പറയാം? FC/FG എന്ന് പറയാം. എന്താ FC? എന്താ? നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എന്താ FG? എന്താ? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ FC/FG വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടും. എന്ത് കിട്ടും? 1.23 × 10⁻36 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആൻസറിൽ എന്തുണ്ട്? 10⁻36 ഉള്ളത് നമുക്ക് ആൻസർ ചെയ്ത് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇത് ഒരു വട്ടം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ വരികയാണെങ്കിൽ ആൻസർ എഴുതിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്റ്റേറ്റ് വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. എന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങർ ആണോ അല്ലേ എന്നാണ് ചോദിച്ചേക്കണത്. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? നോക്കുക, എന്താ ആൻസർ? യെസ്. നോക്കുക, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ എന്താണ്? സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്?
ട്രൂ ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചേക്കാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ അതിന് താഴെയാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ അതിന് താഴെയാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സോ? അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെയും താഴെയാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതൊരു ഹൈറാർക്കിയാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടാതെ എന്നും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് അതിൽ ഓൾ ക്ലിക്ക് ചെയ്തേക്കാം. കൂടാതെ നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.